KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്വാഭാവികമായും സ്വകാര്യ ബസ് വ്യവസായത്തെയാണ്. ആ ആശങ്ക ബസ് ഉടമകളും ജീവനക്കാരുമൊക്കെ വലിയ നിലയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ബജറ്റിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് അനുകൂല പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് ഈ പ്രൈവറ്റ് ബസ് ഉടമകളുടെ നീക്കം. VD സതീശൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ KSRTC ഓർഡിനറി ബസ്സിൽ വനിതകൾക്ക് സൗജന്യയാത്ര യാഥാർത്ഥ്യമാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വകാര്യ ബസ് ഉടമകൾ ആശങ്കയിലാണ്. സ്വകാര്യ ബസ്സുകളിലെ 70% യാത്രക്കാർ സ്ത്രീകളാണ്. KSRTCയിൽ സൗജന്യയാത്ര അനുവദിക്കുന്നതോടെ ഇവരെല്ലാം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാതെയാകുമെന്നാണ് ആശങ്ക. സ്വകാര്യ ബസ് നടത്തിപ്പ് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാവും. 1 ലക്ഷത്തോളം പേരാണ് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത്. സ്വകാര്യ ബസ് വ്യവസായം നിലച്ചാൽ ഒട്ടനവധി കുടുംബങ്ങളാണ് വഴിയാധാരമാവുക. ഇതിനു പുറമെ സാധാരണക്കാരുടെ യാത്രാ ആവശ്യം നിറവേറ്റുന്നതിൽ ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഞങ്ങൾ പറഞ്ഞ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ കണ്ടില്ല. ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം യാത്രക്കാരും വിദ്യാർത്ഥികളാണ്. അവരുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് 15 വർഷമായി. ഫ്രീ യാത്രക്കാരെ കൂടി സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അകറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. 15 വർഷമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. KSRTCക്ക് നൽകുന്നതിന് സമാനമായ ഇളവുകൾ പ്രഖ്യാപിച്ചാലേ സ്വകാര്യ ബസ്സുകൾക്ക് പിടിച്ചു നിൽക്കാനാവുള്ളൂ. സൗജന്യ സർവീസ് പ്രഖ്യാപിച്ചപ്പോൾ സ്വകാര്യ മേഖല നേരിടാനിടയുള്ള വലിയ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറായില്ലെന്നും സ്വകാര്യ ബസ് മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സ്വകാര്യ ബസ് സർവീസ് ഉടമകളുടെ സംഘടനകൾ കുറ്റപ്പെടുത്തി. വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ സ്വകാര്യ ബസ് മേഖലയെ താങ്ങി നിർത്താനാകുമെന്ന പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷയിലാണ് ബസ് ഉടമകൾ. എന്നാൽ അതുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. നാളെ പദ്ധതി ആരംഭിക്കുമ്പോൾ എത്രത്തോളം അത് സ്വകാര്യ ബസ് മേഖലയെ ബാധിക്കുമെന്ന് ബസ് സർവീസ് സംഘടനകൾ വിലയിരുത്തും. തുടർന്നായിരിക്കും മുന്നോട്ടുള്ള തീരുമാനം അറിയിക്കുക. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.